സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനായി ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനായി ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാ. നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യോസേപ്പ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു.
അപ്പൻ മരിച്ചുപോയി എന്ന് യോസേപ്പിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേപ്പ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. അവർ യോസേപ്പിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുൻപേ, നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസേപ്പിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യൗസേപ്പിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുൻപാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് സഹോദരന്മാർ എല്ലാവരും മക്പേല ഗുഹയിലെ ആ ശവസംസ്കാരത്തിൻ്റെ ചടങ്ങുകളും കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു അപ്പൻ്റെ മരണവും ശവസംസ്കാരവും. അപ്പൻ ഈ മോനെ യൗസേപ്പിനെ അനുഗ്രഹിച്ചു. യൗസേപ്പിനെ മാത്രമല്ല, യൗസേപ്പിൻ്റെ മക്കൾ ഇരുവരെയും അനുഗ്രഹിച്ചു. അപ്പൻ്റെ അനുഗ്രഹം ലഭിച്ച് നല്ല സമാധാനത്തോടെ അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് യൗസേപ്പ് കണ്ടു. യൗസേപ്പ് അപ്പനെ ആത്മാവിൻ്റെ ആനന്ദത്തോടെ കണ്ട് അപ്പൻ നല്ല പ്രത്യാശയോടും പ്രസന്നതയോടും കൂടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് കണ്ട് യൗസേപ്പ് സമാധാനം കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഒടുവിലത്തെ സമയം മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്ന സാക്ഷ്യം എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിതം ശാന്തമായിരിക്കുമോ? മരണത്തോടടുക്കുമ്പോൾ നമുക്ക് ഭയവും വെപ്രാളവും വരുമോ? മരണം നമ്മെ പിടികൂടാൻ പോകുന്നു എന്നുള്ള ഒടുവിലത്തെ സമയങ്ങളിൽ നാം തളരുമോ? നാം തകരുമോ? നാം ഭാരപ്പെടുമോ? നാം നിരാശപ്പെടുമോ? നാം സങ്കടത്തോടെ നെടുവീർപ്പിട്ട് നിൽക്കാൻ ഇടവരുമോ? ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവൻ ജീവിതം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനം അവൻ്റെ ജീവിതം എങ്ങനെ അവസാനിപ്പിച്ചു എന്നതാണ്. ജീവിതം എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ കഴിയുക? പ്രത്യാശയോടെ കടന്നു പോകാൻ കഴിയുന്നു, നല്ല പ്രസന്നതയോടെ കടന്നു പോകാൻ കഴിയുന്നു. ഈ താൽക്കാലിക ജീവിതം വിട്ട് നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ നല്ല മുഖശോഭയോടെ കടന്നു പോകാൻ കഴിയുന്നു, നല്ല ആന്തരിക ശാന്തിയോടെ കടന്നു പോകാൻ കഴിയുന്നു, ആത്മാവിൻ്റെ കെട്ടുറപ്പോടെ കടന്നു പോകാൻ കഴിയുന്നു, ആത്മാവിൻ്റെ പ്രാഗൽഭ്യത്തോടെ കടന്നു പോകാൻ കഴിയുന്നു. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള നല്ല ധൈര്യത്തോടെ കടന്നു പോകാൻ കഴിയുന്നു. അത് അനുഗ്രഹകരമായൊരു അനുഭവമാണ്. യാക്കോബ് അങ്ങനെയാണ് കടന്നു പോയത്. മക്കളെല്ലാവരും നോക്കി നിൽക്കെ എല്ലാവർക്കും കൊടുക്കേണ്ട സന്ദേശങ്ങളെല്ലാം കൊടുത്ത് നല്ല സമാധാനത്തോടെ ആ അപ്പൻ 147 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. സഹോദരങ്ങളെ, അതിനുശേഷം ഈ അപ്പൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അപ്പൻ്റെ ഒടുവിലെത്തിയ ആഗ്രഹമനുസരിച്ച് അപ്പനെ അങ്ങ് ദൂരെ ദൂരെ അങ്ങ് കനാനിലേക്ക് കൊണ്ടുപോയി മക്പേല ഗുഹയിൽ അപ്പനെ അടക്കം ചെയ്തു. നാളുകൾ കഴിഞ്ഞ് പിന്നെയും ദൂരയാത്ര ചെയ്ത് ഇവരെല്ലാവരും മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് മടങ്ങി വന്നു. അതാണ് നാം വായിക്കുന്നത്, എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന്. അപ്പൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ യൗസേപ്പിൻ്റെ സഹോദരന്മാർ അവരെല്ലാവരും പരിഭ്രാന്തരായി തീർന്നു. അവർക്ക് വലിയ വെപ്രാളമായി, ഭയമായി. അവർ എന്ത് ചെയ്തു? അവർ യോസേപ്പിൻ്റെ അടുക്കൽ ആളയച്ചു. അയ്യോ, അപ്പൻ മരിക്കുന്നതിന് മുൻപ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് യൗസേപ്പിനോട് പറവീനെന്ന് ഞങ്ങളോട് പ്രത്യേകിച്ച് ചട്ടം കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ യൗസേപ്പിനോട് ദ്രോഹം ചെയ്തവരാണ് എന്നുള്ള കുറ്റബോധം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് യൗസേപ്പ് അപ്പൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ ഉപദ്രവിക്കുമോ, ഞങ്ങളെ നശിപ്പിക്കുമോ, ഞങ്ങളെ കൊന്നുകളയുമോ? അധികാരമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈജിപ്തിൽ പാർക്കുന്ന സമയത്ത് യൗസേപ്പിന് ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ അപ്പൻ്റെ പേരിൽ ഒന്നുകൂടി ഒരു അപേക്ഷ യൗസേപ്പിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം എന്ന് ഈ സഹോദരന്മാർ ആലോചിച്ചു. അവരെ കൂടി ആലോചിക്കുകയാണ്.
സഹോദരന്മാരെ ഇങ്ങനെയാണ് പറയുന്നത്: പക്ഷേ യൗസേപ്പ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർക്ക് പാപക്ഷമ കിട്ടിയതാണ്. അവർക്ക് യൗസേപ്പ് പാപം ക്ഷമിച്ചു കൊടുത്തതാണ്. യൗസേപ്പിനോട് ചെയ്ത ദ്രോഹം മറന്നു എന്ന് യൗസേപ്പ് പറഞ്ഞതാണ്. തന്നെയുമല്ല, യൗസേപ്പിൻ്റെ ജീവിതത്തിൽ അവർ ചെയ്ത തിന്മ നന്മയ്ക്കാക്കി ദൈവം തീർത്തുവെന്ന് യൗസേപ്പ് അവരോട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അവരെ ആശ്വസിപ്പിച്ചതാണ്. അവരെ ആലിംഗനം ചെയ്ത് ചുംബിച്ചതാണ്. അവരോട് ഒരുമിച്ച് സല്ലാപിച്ചതാണ്. അവരോട് ഒരുമിച്ച് സമ്മേളിച്ച് സന്തോഷിച്ചതാണ്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് പാപബോധം പോകുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് നിരാശ മാറുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് അനുതാപം മാറുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ധൈര്യം ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇന്നത്തെ ആത്മീകരായ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കഷ്ടവും ഒരു വലിയ നഷ്ടവും അതാണ്. ഉറപ്പ് കിട്ടുന്നില്ല പാപം ക്ഷമിച്ചുവെന്ന്, ധൈര്യം കിട്ടുന്നില്ല പാപം മോചിച്ചുവെന്ന്. എനിക്ക് പാപം മോചിച്ച് കിട്ടിയോ? എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചുവോ? എനിക്ക് ഇത്രയും വലിയ തെറ്റാണ് വന്നത്, അത് കർത്താവ് ക്ഷമിച്ച് കാണുമോ? എനിക്ക് ഇത്രയും കൊടും ക്രൂരമായ കൃത്യമാണ് ഞാൻ ചെയ്തു പോയത്, അത് ദൈവം ക്ഷമിച്ച് കാണുമോ? എത്ര നിഷ്ഠൂരമായി ക്രൂരമായിട്ടാണ് ഞാൻ പെരുമാറിയത്, അത് കർത്താവ് എനിക്ക് പുറത്ത് തന്നു കാണുമോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സംശയാലുക്കളാണവർ. അവർ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പിന്നെയും താണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനോഹരമായ പുസ്തകമുണ്ട്, പരദേശി മോക്ഷയാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വിശ്വസാഹിത്യത്തിലെ ഒരു നല്ല ക്ലാസിക്കാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഭക്തനായ ഒരു വിശ്വാസി എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്, മലയാളത്തിൽ പരദേശി മോക്ഷയാത്ര. നാം എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. വളരെ ഹൃദ്യമായ ആശയങ്ങളാണ് അതിനകത്തുള്ളത്. പരദേശി മോക്ഷയാത്രയിൽ ഏവങ്കലിസ്തൻ അഥവാ സുവിശേഷകൻ എന്ന് പറയുന്ന ഒരാൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരാളുടെ അടുക്കൽ ചെല്ലുന്നതായി ആലങ്കാരികമായി അതിൽ വിവരണമുണ്ട്. മനോഹരമായൊരു വിവരണം. സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ആ പുസ്തകം ഒരു അല്ലിഗറിയാണ്. അത് രൂപകാത്മക ഭാഷയിൽ രചിച്ചിരിക്കുന്ന സുന്ദരമായൊരു ഗ്രന്ഥമാണ്. ഇതിൽ ഏവങ്കലിസ്തൻ അഥവാ സുവിശേഷകൻ ക്രിസ്ത്യാനിയുടെ അടുത്ത് ചെന്ന് ഒരു സുവിശേഷ സന്ദേശം നൽകി. നീ ഈ പാർക്കുന്ന പട്ടണം നാശപട്ടണമാണ്, നീ മോക്ഷപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുവീൻ എന്ന് ക്രിസ്ത്യാനിയോട് പറഞ്ഞു എന്നാണ് കഥ തുടങ്ങുന്നത്. ക്രിസ്ത്യാനി നെടുവീർപ്പിടാൻ തുടങ്ങി. ഈ പട്ടണം താമസിയാതെ നശിക്കും, ഞാൻ പാർക്കുന്ന ഈ പട്ടണം നശിക്കും, മോക്ഷപട്ടണത്തിലേക്ക് യാത്ര പുറപ്പെടണം. ഭാര്യയോ മക്കളോ കൂടെ പോരുന്നു എന്ന് പോലും ചിന്തിച്ചില്ല. ക്രിസ്ത്യാനി പുറപ്പെട്ടു. ക്രിസ്ത്യാനി യാത്ര ചെയ്ത് മുന്നോട്ട് പോയി. മനോഹരമായ കഥയുടെ വിവരണത്തിൽ, ആലങ്കാരികമായ വിശദീകരണത്തിൽ, സുന്ദരമായ ചില കാവ്യസങ്കല്പങ്ങളുടെ ബഹുലമായ അനുരണനത്തോടെ മുഴങ്ങിക്കേൾക്കുന്നതായ നല്ല ആശയ സംഹിത അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണെന്നോ, ക്രിസ്ത്യാനി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. സുവിശേഷം നമുക്ക് ലഭിക്കുന്നു. സുവിശേഷം പറയുന്നത് നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക് യാത്ര ചെയ്യണമെന്നാണ്. നാശപട്ടണത്തിലാണ് നാം താമസിക്കുന്നത്. ഇത് നശിക്കാനുള്ളതാണ് ഈ ഭൂമി. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും എന്ന് തിരുവചനം പറയുന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നശിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന്, നശിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് അനശ്വരമായ നാശമില്ലാത്ത ശാശ്വതമായ നിത്യലോകത്തിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് നാം യാത്ര ചെയ്യണം എന്നതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. അത് നാം ഓരോരുത്തരും കേട്ട് നാം ആത്മാവിൽ യാത്ര പുറപ്പെടണം. നാം ഓരോരുത്തരും നമ്മുടെ പാപമയമായ സാഹചര്യങ്ങളിൽ നിന്നും, പാപ പ്രകൃതിയിൽ നിന്നും, പാപ പ്രവൃത്തികളിൽ നിന്നും, പാപവാക്കുകളിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നാം യാത്ര ചെയ്യണം. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ. സഹോദരങ്ങളെ, ക്രിസ്ത്യാനി യാത്ര പുറപ്പെട്ടു. അവൻ പോകുന്ന വഴിക്ക് അവൻ ഒരു താഴ്വരയിലെത്തി. അത് കുരിശിൻ്റെ താഴ്വരയാണ്. കുരിശിൻ്റെ താഴ്വരയിലെത്തുന്നവരെയും അവൻ്റെ പുറത്ത് വലിയൊരു ചുമടുണ്ടായിരുന്നു. വലിയൊരു ചുമട്. ആ ചുമട് പാപഭാര ചുമടാണ്. വലിയ ചുമട്. അവൻ കൂനിക്കൂനിയാണ് നടക്കുന്നത്. ആ ചുമട് പുറകിലുള്ളതുകൊണ്ട്, പുറത്തുള്ളതുകൊണ്ട് ചുമലിൽ പേറുന്ന പാപഭാര ചുമട്
അത് താങ്ങാൻ വയ്യാത്ത വലിയൊരു ചുമടാണ്. അവൻ ഈ ചുമട് എങ്ങനെ മാറും, എൻ്റെ യാത്ര എനിക്ക് സാധ്യമാകുന്നില്ലല്ലോ, യാത്ര സുഗമമായി നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൻ ഭാരത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് ഈ പാപഭാര ചുമട് എങ്ങനെ മാറും എന്നോർത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോഴാണ് കുരിശിൻ്റെ ചുവട്ടിലെത്തുന്നത്. കുരിശിൻ്റെ താഴ്വരയിലെത്തി. കുരിശിൻ്റെ താഴ്വര കഴിഞ്ഞ് അവൻ അപ്പുറത്തേക്ക് കടന്നപ്പോൾ ചുമട് കാണാനില്ല, ചുമട് അവിടെ വീണുപോയി. ആ കുരിശിൻ്റെ താഴ്വര വിട്ട് അപ്പുറത്തേക്ക് മാറിയപ്പോഴേക്കും ചുമട് അവൻ്റെ ചുമലിൽ നിന്ന് താഴെ പോയി. അവനിപ്പോൾ നിവർന്നാണ് നടക്കുന്നത്. അവൻ നിവർന്ന് നടന്ന് നല്ല ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിച്ച് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സ്തുതിയുടെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. മനോഹരമായൊരു യാത്ര. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുറേ നാളുകൾ മുന്നോട്ട് പോയി. അപ്പോഴുണ്ട് അവൻ ഒരു കോട്ടയിൽ ചെന്നുപെട്ടു. ഒരു കോട്ട. ആ കോട്ട നിരാശക്കോട്ടയാണ്. നിരാശക്കോട്ട. ക്രിസ്തീയ ജീവിതത്തിൽ നിരാശക്കോട്ടകളെ അഭിമുഖീകരിക്കേണ്ടി വരും. വളരെ വ്യക്തമായൊരു സന്ദേശം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിരാശക്കോട്ടയിൽപ്പെട്ടു. ആ കോട്ടയ്ക്ക് ചുറ്റും വലിയ മതിലാണ്. പുറത്ത് കിടക്കാൻ നിർവാഹമില്ല. അവൻ തീർത്തും നിരാശനായി. എന്താണ് നിരാശ? അവൻ ആ നിരാശക്കോട്ടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുഴിയുടെ ചുറ്റും കുറേയേറെ ആളുകൾ നിൽക്കുന്നു. അനേകർ ആ കുഴിയിൽ വീണിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ആളുകളെല്ലാം കരയുകയാണ്. ആ കരയുന്നവരെല്ലാം യാത്ര പുറപ്പെട്ടവരാണ്. അവരെല്ലാം നിരാശക്കുഴിയിൽ താണുപോയവരാണ്. അവരെല്ലാം യാത്ര തുടങ്ങിയവരാണെങ്കിലും നിരാശപ്പെട്ട് അധപ്പതിച്ചു പോയവരാണ്. അവിടെ ഒരു മല്ലൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ പേര് ഭഗ്നാശൻ എന്നാണ്. ഭഗ്നാശൻ. പ്രിയപ്പെട്ടവരെ, ഈ ഭഗ്നാശൻ എന്ന് പറഞ്ഞാൽ നിരാശൻ തന്നെ. നിരാശ പറയുന്നവൻ, നിരാശയെക്കുറിച്ച് മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. ഈ ഭഗ്നാശൻ അവിടെ ക്രിസ്ത്യാനിയോട് പറയുകയാണ്, ഇവരെല്ലാവരും നിന്നെപ്പോലെ യാത്ര പുറപ്പെട്ടവരാണ്. അവരെല്ലാം ഈ നിരാശക്കുഴിയിൽ വീണുപോയി. അവരെല്ലാം ഈ സംശയ കോട്ടയുടെ ഉള്ളിലുള്ള നിരാശക്കുഴിയിൽ വീണുപോയി. അതുകൊണ്ട് നീയും വീണുപോകും. നീയും അക്കരെയൊന്നും എത്തുകയില്ല. നീ മോക്ഷപട്ടണത്തിൽ എത്തുകയില്ല. വെറുതെ നീ യാത്ര പുറപ്പെട്ടത് മണ്ടത്തരമല്ലേ? എത്രയോ പേര് നിന്നെപ്പോലെ പുറപ്പെട്ടവരാണ്. അവരൊക്കെ വീണുപോയില്ലേ? നീയും വീണുപോകുമെന്ന് പറഞ്ഞ് ഭഗ്നാശമല്ലൻ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെ അവനെ സംശയാലുവാക്കി മാറ്റുകയാണ്. ക്രിസ്ത്യാനി ദുഃഖിച്ചു, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കും? ഈ സംശയ കോട്ടയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കിടക്കും? നിരാശ വലയം ചെയ്യുന്നു. ഭഗ്നാശൻ എപ്പോഴും ആ മല്ലനിങ്ങനെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ പുറത്തു കിടക്കും? അവനിങ്ങനെ വെപ്രാളത്തോടും പരിഭ്രാന്തിയോടും കൂടി കരഞ്ഞുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയാണ്. കോട്ടയുടെ മതിലിൻ്റെ അരികത്തുകൂടി ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. മതിലിന് പുറത്തു കിടക്കാനൊരു മാർഗവുമില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവശനായി ഞാനും ഈ കുഴിയിൽ വീഴും, നിരാശ കുഴിയിൽ വീഴും. എൻ്റെ ആയുസ് തീരും. ഞാൻ ഒരിക്കലും മോക്ഷപട്ടണത്തിൽ എത്തുകയില്ല. അങ്ങ് നാശപട്ടണത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, മോക്ഷപട്ടണത്തിൽ എത്തുകയുമില്ല. തീർന്നു എൻ്റെ ജീവിതം എന്ന് നിരാശപ്പെട്ട് ഇരുന്നപ്പോൾ എപ്പോഴോ അറിയാതെ അവൻ്റെ പോക്കറ്റിൽ അവൻ്റെ കൈ തൊട്ടുപോയി. അപ്പോഴുണ്ട് പോക്കറ്റിൽ ഒരു താക്കോല്. പോക്കറ്റിൽ ഒരു താക്കോല് കിടക്കുന്നു. ആ താക്കോല് എന്താണ്? ആ താക്കോല് അത് വിശ്വാസം എന്ന താക്കോലാണ്. ഒരു താക്കോൽ അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്നു. വിശ്വാസം എന്ന താക്കോൽ. ആ താക്കോൽ അവനെടുത്തു. എന്തൊരത്ഭുതം! അവൻ ആ താക്കോലെടുത്ത് ഈ കോട്ടയുടെ പൂട്ട് തുറന്നു. സുഖമായിട്ട് അവൻ പുറത്തു കടന്നു. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ പാപം ക്ഷമിക്കുമോ? എൻ്റെ പാപം ക്ഷമിച്ചുവോ? എനിക്ക് മോചനമുണ്ടോ? എനിക്ക് നിത്യപഠനത്തിലെത്തുവാൻ സാധിക്കുമോ എന്നെല്ലാം നിരാശപ്പെട്ടിരുന്നവൻ അവൻ വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് കോട്ട തുറന്ന് അവൻ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ അപ്പോഴുണ്ട് ഒരാൾ ഇടയ്ക്കിങ്ങനെ മേലോട്ട് നോക്കും, നെടുവീർപ്പിടും. പിന്നെയും അവൻ തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കുനിഞ്ഞ് നടക്കും. പിന്നെയും മേലോട്ട് നോക്കും, നെടുവീർപ്പിടും. അങ്ങനെ ഒരാൾ പോകുന്നു. ആ ആളുടെ പേര് ചഞ്ചലഹൃദയൻ എന്നാണ്. അവൻ ഭീരുവാണ്. അവൻ്റെ മനസ്സിന് ഒരു ഉറപ്പില്ല, കെട്ടുറപ്പില്ല. അവനും നിലവിളിച്ചു കൊണ്ട് നടക്കുകയാണ്. എനിക്കങ്ങ് എത്താൻ ഒക്കുകയില്ല, എൻ്റെ പാവം ക്ഷമിച്ചിട്ടില്ല, എനിക്കങ്ങ് ചെല്ലാൻ ഒക്കുകയില്ല. അവനും നിരാശയോടെ ഇങ്ങനെ ഭാരപ്പെട്ട് ചഞ്ചലഹൃദയൻ നടക്കുകയാണ്. ചഞ്ചലഹൃദയനൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ പേര് ഭയം എന്നാണ്. ഭയം എന്ന കൂട്ടുകാരനും ചേർന്ന് നടക്കുകയാണ്. കഥ പോലെ വായിച്ചു പോകാം, പക്ഷേ മഹത്തായ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അനേകം വിശ്വാസികളെ തകർക്കുന്നത് സംശയവും നിരാശയും ഭയവുമാണ്.
ഇവിടെ യൗസേപ്പിൻ്റെ സഹോദരന്മാർ ക്ഷീണിതരാകാൻ കാരണം, യൗസേപ്പ് ഞങ്ങളെ ശിക്ഷിക്കുമോ, യൗസേപ്പ് ഞങ്ങളെ ഉപദ്രവിക്കുമോ, യൗസേപ്പ് ഞങ്ങളെ നശിപ്പിക്കുമോ അവർ ഭയപ്പെടുകയാണ്. നമ്മുടെ തെറ്റ് യൗസേപ്പ് ക്ഷമിച്ച് കാണുമോ, യൗസേപ്പ് അന്ന് ക്ഷമിച്ചു എന്നെല്ലാം പറഞ്ഞെങ്കിലും അത് പുറത്ത് കാണുമോ, അവർ ഭയവിഹ്വലരായിരിക്കുകയാണ്, അവർ പരിഭ്രാന്തരായിരിക്കുകയാണ്, അവർ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ പറയുന്നത്. പക്ഷേ യൗസേപ്പ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. അവർ യൗസേപ്പിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുൻപേ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യൗസേപ്പിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യൗസേപ്പിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. സഹോദരങ്ങളെ, അവരുടെ ഈ പരിഭ്രമത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യൗസേപ്പ് കരയുകയാണ്. ഒരിക്കൽ ക്ഷമിച്ചതല്ലേ, ഒരിക്കൽ പൊറുത്തതല്ലേ, ഇത് ദൈവം നന്മയ്ക്കാക്കി തീർത്തു എന്ന് പറഞ്ഞതല്ലേ, ഇത് ദ്രോഹമായി നിങ്ങൾ ചെയ്തെങ്കിലും നിങ്ങൾ അന്ന് ഒന്നും അല്പം പോലും കരുണയോ കരുതലോ ഇല്ലാതെ പ്രവർത്തിച്ചുവെങ്കിലും ആ തിന്മയെല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്തു എന്ന് പറഞ്ഞു തന്നതല്ലേ, എന്നിട്ടും നിങ്ങൾ ഇനിയും എന്നെ സംശയിക്കുന്നു, എൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നു, എൻ്റെ സ്നേഹത്തെ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണ് യൗസേപ്പിൻ്റെ കരച്ചിലിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപം നാം ഏറ്റുപറയുകയും പാപത്തോട് യാത്ര പറയുകയും മേലിൽ പാപം വരികയില്ലെന്ന് തീരുമാനിക്കുകയും പാപത്തെ വേദനയോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും എൻ്റെ കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു പുതിയ ജീവിതം നാം ആരംഭിക്കുകയും ചെയ്താൽ ആരും സംശയിക്കേണ്ട, ആ പാപം നമ്മെ പിന്തുടരുമെന്ന്. പാപത്തെ കർത്താവ് ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയും. പാപത്തെ കരുണയുള്ള കർത്താവ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയും. പാപത്തെ കരുണയുള്ള കർത്താവ് സമ്പൂർണ്ണമായി ക്ഷമിച്ചു തരും. മീഖാ പ്രവാചകൻ്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. മീഖാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അതിക്രമം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് ദീർഘക്ഷമ കാണിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. 18-ാം വാക്യം അങ്ങനെയാണ്. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ച് കൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവൻ നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പാപങ്ങളെല്ലാം എറിഞ്ഞു കളയുകയും പാപത്തിൻ്റെ കുരുക്കുകളെ അഴിക്കുകയും പാപത്തിൻ്റെ അധിപതിയായ പൈശാചികൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹം പ്രിയപ്പെട്ടവരെ നാം അനുഭവിക്കുമ്പോൾ നാം നന്ദി കൊണ്ട് നിറയും. അങ്ങനെ നന്ദി കൊണ്ട് നിറഞ്ഞ സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരവസരത്തിൽ പാടി, ലംഘനം ക്ഷമിക്കുകയും പാപം മറച്ചു കിട്ടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പാടി. 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ആ ലംഘനം ക്ഷമിക്കുകയും പാപം മറച്ചു കിട്ടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുവോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ക്രൂസിൽ മരിച്ച സ്നേഹം, പാപിക്ക് വേണ്ടി ക്രൂസിൽ ശിക്ഷയേറ്റ സ്നേഹം, പാപിയെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്ന് 33.5 കൊല്ലം ഈ ഭൂമിയിൽ നിവസിച്ച് ഗോകുൽത്തായിലെ മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി ജീവൻ വെടിഞ്ഞ സ്നേഹം, തങ്കച്ചോര നമുക്ക് വേണ്ടി ഊറ്റിയ സ്വർഗീയ രാജാധിരാജന നിസ്തുല സ്നേഹം. പ്രിയപ്പെട്ടവരെ, കുറ്റമില്ലാത്ത രക്തം ചിന്തി നമ്മുടെ പാപക്കറകൾ കഴുകുവാൻ നമ്മുടെ മേൽ വീശി തന്ന സ്വർഗീയ കാറ്റിൻ്റെ നിസ്തുലമായ അദമ്യമായ സ്നേഹം ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കൂ പ്രിയരെ. പാപം നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ മേലിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ദൈവത്തോട്, ഹൃദയം കാണുന്ന ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം കർത്താവ് ക്ഷമിച്ചു തരും, നിങ്ങളുടെ അകൃത്യങ്ങൾ കർത്താവും അയച്ചു തരും. വിശ്വസിക്കൂ പ്രിയരെ. ആരും നിരാശപ്പെടരുത്, ആരും സംശയ കോട്ടയിൽ പെട്ടുപോകരുത്, ആരും നിരാശക്കുഴിയിൽ വീണു പോകരുത്, ആരും ഭഗ്നാശന്റെ വാക്കുകൾ കേട്ട് തളർന്നു പോകരുത്. ഓരോരുത്തരും വിശ്വാസത്തിന്റെ താക്കോൽ എടുക്കുവീൻ, വിശ്വാസത്തിന്റെ താക്കോൽ കയ്യിലെടുക്കുവീൻ.
പറയുവീൻ. വിശ്വാസ താക്കോൽ കൊണ്ട് സംശയ കോട്ടയുടെ പൂട്ട് തുറക്കുവീൻ. ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി ഒരാൾ ശിക്ഷ മുഴുവൻ വഹിച്ചു കഴിഞ്ഞു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രൂസിൽ വഹിച്ചു കഴിഞ്ഞു. അവന്റെ തിരുരക്തം നമുക്ക് വേണ്ടി ഒഴുക്കി കഴിഞ്ഞു. അവന്റെ ദിവ്യ ജീവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ വെച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് സ്വീകരിക്കുമോ? യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. യേശു നിങ്ങളുടെ സമീപത്ത് കൂടെ നടക്കുന്നുണ്ട്. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന ചരിത്ര യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തം പുരണ്ട കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആയുസ്സിനെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുമെങ്കിൽ അവൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളുടെ പോരായ്മകൾ അവൻ മാറ്റും. നിങ്ങളുടെ പാപത്തിൻ്റെ കേടുകളും കെടുതികളും അവൻ മാറ്റും. നിങ്ങളുടെ എല്ലാ തിന്മകളും ദുഷ്ടതകളും അവൻ മാറ്റും. നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്തു പോയ ഓരോരുത്തരും നിരാശപ്പെടാതെ രക്ഷകന്റെ തിരുമുഖത്തേക്ക് പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി നോക്കുവീൻ. പത്നാശന്റെ വാക്കുകൾ കേട്ട് ഇനിയും നിങ്ങൾ മടിച്ചിരിക്കല്ലേ, ഇനിയും നിങ്ങൾ തളർന്നിരിക്കല്ലേ. യേശുക്രിസ്തുവിന്റെ കൃപയുടെ വചനം കേട്ടുകൊണ്ട് നിങ്ങൾ വിശ്വാസികളായി മുന്നോട്ട് വരുവീൻ. ഭഗ്നാശരാകാതെ, നിരാശരാകാതെ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് വരുവീൻ. ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ. ഇനി അരുതാത്തതിന് എന്നെ കിട്ടുകയില്ല. ഒരു 10 പൈസയ്ക്ക് പോലും ഒരു തെറ്റെൻ്റെ പക്ഷത്ത് വരികയില്ല. അവിശ്വസ്തത എനിക്ക് വരികയില്ല. സത്യസന്ധത എൻ്റെ കൈമുതലായിരിക്കും. കർത്താവേ, വിശുദ്ധി എൻ്റെ സ്വത്തായിരിക്കും. സ്നേഹം എൻ്റെ അടിസ്ഥാനമായിരിക്കും. യേശുവേ, സ്നേഹത്തിൽ അടിത്തറയൂന്നിക്കൊണ്ട് വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് പ്രത്യാശയോടെ ഞാനിതാ ക്രൂസിൻ ചുവട്ടിലേക്ക് വരുന്നു. എൻ്റെ പാപഭാര ചുമടുകളെല്ലാം ക്രൂസിൽ ചുമന്നൊഴിച്ചവനെ, നിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ആര് ഇപ്പോൾ ഇത് പറയുന്നു? യൗസേപ്പ് കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. യൗസേപ്പ് കരഞ്ഞു. യേശു ഇനിയും കരയാൻ ഇടവരുത്തല്ലേ. യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പാപക്കറകൾ കഴുകുന്ന ആ പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധൈര്യശാലികളായി യേശുവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് ഒരു പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കുവീൻ. പുതിയ ജീവിതം ഇപ്പോൾ തന്നെ തുടങ്ങുവീൻ. കോപമില്ലാത്ത ജീവിതം, വാശിയില്ലാത്ത ജീവിതം, പിണക്കമില്ലാത്ത ജീവിതം, വൈരാഗ്യമില്ലാത്ത ജീവിതം, അഴുക്കില്ലാത്ത ജീവിതം, സത്യസന്ധമായ ജീവിതം. ഓ പ്രിയപ്പെട്ടവരെ, സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം വേണമോ നിങ്ങൾക്ക്? ആ ജീവൻ നിങ്ങൾക്ക് തരാൻ, ആ സ്നേഹം നിങ്ങൾക്ക് തരാൻ ഉടയവൻ നിങ്ങളുടെ അരികത്തെത്തി നിൽക്കുകയാണ്. അവൻ നിങ്ങളുടെ സമീപത്ത് വന്നിട്ടുണ്ട്. അവന്റെ പാദത്തിൽ വീഴുവീൻ, അവനോട് വാക്ക് പറയുവീൻ, അവന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവീൻ. ജീവിതത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുവീൻ. അവനോട് വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കുവീൻ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ജീവന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്നേഹത്തിന്റെ സന്ദേശത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. തീരുമാനമെടുത്തവരുടെ ശിരസിൽ അവിടുത്തെ കരം വെക്കണമേ കർത്താവേ. തിരുരക്തം പുരട്ടണമേ കർത്താവേ. പുതുജീവൻ ഏകണമേ കർത്താവേ. ഭാരപ്പെട്ടിരിക്കുന്നവര്, ആകുലപ്പെട്ടിരിക്കുന്നവര്, മനസ്സ് നീറി പുകഞ്ഞിരിക്കുന്നവര്, രോഗികളായി വലഞ്ഞിരിക്കുന്നവര്, ചികിത്സ ഫലിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ, നിന്റെ ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ആശീർവദിക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം.